ആരാ? ടോമഞ്ചർ കാണാൻ സമ്മതിക്കില്ല. ഇവിടെ ആരും ഇല്ലേ? അപ്പം ഈ ഇരിക്കണ ഞാനെന്താ? അല്ല, ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. പ്രസിദ്ധനായ പണിക്കരെ കാണാൻ വന്നതാണോ? അതെ, എങ്ങനെ മനസ്സിലായി? മുൻജന്മ സുഹൃതം, കാർന്നോമാരായി കൈമാറി വന്ന പുണ്യം. മഹാപണ്ഡിതനാണെന്ന് തോന്നുന്നു. അതെ, മഹാപണ്ഡിതനാണ്. നിങ്ങൾ അന്വേഷിച്ച് നടന്ന മഹാപണ്ഡിതനായ പണിക്കരെ ഞാൻ തന്നെയാണ്. ശരിയാ, ഞങ്ങളും കുറെ അന്വേഷിച്ചു. പക്ഷെ ഈ പണിക്കാരുടെ വീട് ആർക്കും അറിഞ്ഞൂടാ. അതെന്താണെന്നോ, എനിക്ക് ഈ പബ്ലിസിറ്റിയിൽ വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. എന്താ കാരണം? പാവം, കാശില്ലാത്തോണ്ടാവും. ഏയ് ശുംഭൻ. പണിക്കരെ, ശംഭുല്ല, ഹാൻസ് ആയാലോ? ഇയാളുടെയാണോ ജാതകം നോക്കണ്ടേ? എന്നാൽ ഒന്നും നോക്കാനില്ല, ഇപ്പം തന്നെ പോലീസ് പിടിച്ചോണ്ട് പൊക്കോളൂ. പണിക്കരെ, ദോഷം മാറാൻ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാവും? ദോഷം പേരുദോഷമാണെങ്കിൽ മാറ്റാൻ പറ്റില്ല. അത് അവനവൻ ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണം. അയ്യോ, പേരുദോഷമല്ല, സമയദോഷം. സമയദോഷമാണോ? ജാതകം തരിക. ആദ്യം നാഗശാപം അറിയണം. കണ്ടോ, ഇങ്ങോട്ട് നോക്കുക. തുടക്കത്തിലൊക്കെ നല്ല കാലമാണ്. കണ്ടോ, കോണി അതിൻ്റെ ചിഹ്നമാണ്. അതേപോലെ 40 കടന്നാൽ നാഗശാപത്തിന് സാധ്യതയുണ്ട്. കണ്ടോ, 40 കടന്നാൽ നാഗങ്ങളാണ്. സാധാരണ ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ടാണ് ഈ നാഗശാപം നോക്കാറ്. ഇന്ന് നിങ്ങൾ വന്ന് നന്നായി. ആദ്യം താൻ കളിക്കാം. അല്ല, താൻ കളിക്കാം, അല്ലെങ്കിൽ ഞാൻ കളിക്കാം. ഏയ് നല്ല സമയം. 6:45 പോയി. നല്ല സമയം. ഈ 98 നാഗാണ് ഭയങ്കരൻ. അത് കിട്ടിയെന്ന് വിചാരിക്കാം, പിന്നിക്കാൻ പോവും. പിന്നിക്കാൻ പോയാൽ തൻ്റെ കാര്യം നന്നായി പ്രാർത്ഥിച്ചിട്ട് കരുടുക. 3 1 2 3 നാഗശാപുണ്ട്. പക്ഷെ പേടിക്കണ്ട, പ്രതിവിധിയൊക്കെ ഞാൻ എഴുതി തരാം. വിധിയാവണ്ണം ചെയ്യുക. അല്ല പണിക്കരെ, ഇനി വീടിന്റെ സ്ഥാനത്തിന്റെ ദോഷാവോ ഈ സമയദോഷം? ആവാം, അതും നോക്കാം. കക്കൂസ് കന്നിമൂലയിലാണോ? അങ്ങനെയൊന്നുമില്ല, പറമ്പിൻ്റെ ഏതെങ്കിലും മൂലയിൽ. വലിയ പറമ്പാണേ. കക്കൂസ് ഇല്ലയെന്ന് അർത്ഥം. അതാണ് സ്ഥാനം എല്ലാ സ്ഥലത്തും കാണിക്കണത്. നോക്കുക, വീട്ടിൽ നിന്ന് ഈ ഭാഗത്തേക്കാവും അധികം പോക്ക്. കാരണം ഇവിടെ നല്ല പച്ചപ്പുണ്ട്. കക്കൂസിനൊക്കെ ഒരു സ്ഥാനം ഉണ്ടോ? തൽക്കാലം സ്ഥാനമൊന്നും നോക്കണ്ട, ഒരു കക്കൂസ് പണിയാ. അതിലാവാൻ പരിപാടി. ചെയ്യാൻ പണിക്കണേ, പെട്ടെന്ന് തന്നെ കക്കൂസ് പണി. പച്ചക്കറി അരിഞ്ഞു കഴിഞ്ഞു വെച്ചാൽ പലക ഇങ്ങോട്ട് തരിക. പണിക്കരെ, ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഇതെന്താ ഈ കുഗുബു? കു കുജൻ, ഗു ഗുളികൻ, ബു ബുധൻ. ഇനി എന്തെങ്കിലും അറിയണ്ടോ? അപ്പൊ ഈ കുസുമം? കുസുമം ഇത് അവളുടെ നമ്പറാണ്. സുഷമ ഇത് അവളുടെ നമ്പറാണ്. കുസുമത്തിൻ്റെ നമ്പറാണ് 62 82 67 22 23 6. ഇത് മൊബൈലിൽ സേവ് ചെയ്താൽ ഭാര്യ പിടിക്കും, അതുകൊണ്ടാ. പണിക്കരെ, ശങ്കിൻ്റെ ഐഡിയ കൊള്ളാം, പക്ഷെ മണം, അതിനും കൂടി ഒരു പരിഹാരം ഉണ്ടാക്കണം. ശ്രമിക്കാഞ്ഞിട്ടല്ല, ഈ കർപ്പൂരവും ചന്ദനത്തിരിയും എല്ലാം പരീക്ഷിച്ച് നോക്കി. പക്ഷെ അതിൻ്റെ പുകയും കൂടി ആയപ്പോൾ ആൾക്കാർ തീർത്തും വരാണ്ടായി. അതൊക്കെ പോട്ടെ, പണിക്കര് ഇതുവരെ സമയദോഷം മാറാനൊന്നും പറഞ്ഞില്ല. എന്താ പ്രതിവിധി? നിനക്കിതുവരെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? സ്വന്തം ഗ്യാസിന് വരെ ഒരു പരിഹാരം കണ്ടുപിടിക്കാത്ത പണിക്കരാണ്. ആ ക്ലോക്കിലെ സമയം വരെ ശരിയാക്കാൻ ഈ പണിക്കാർക്ക് അറിഞ്ഞൂടാ. ഇയാളാണ് നമ്മുടെ സമയം ശരിയാക്കി തരാൻ പോണേ. നീ എൻ്റെ ശരി പണിക്കരെ, കാണാം. ഇതന്നെയാണ് എല്ലാവരും പറയാറ്. പക്ഷെ ഫീസ് 200 എല്ലാവരും കൃത്യമായിട്ട് തരാറുണ്ട് കേട്ടോ.